നമസ്കാരം സർ. നമുക്കറിയാം ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് ഇടാൻ പോവുകയാണ് നമ്മുടെ കേരള സർക്കാർ. ഏകദേശം ഒരു 20 കോടിക്കൊക്കെ മുകളിലുള്ള ഒരു പദ്ധതിയാണ്. അപ്പോഴും കേരളത്തിന്റെ ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയം അതിൽ പ്രകടമാണ്. ഈ ഒരു വിഷയത്തിൽ സാറിന്റെ ഒരു വിശകലനം എങ്ങനെയാണ്? ഇന്ന് തറക്കല്ലിടുന്ന ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പിൽ നമുക്ക് കിട്ടിയ വിവരപ്രകാരം 26.56 കോടി രൂപയുടെ പദ്ധതിയായിട്ടാണ് അവരിവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഏതാണ്ട് 800 കോടി രൂപയ്ക്കടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊടുത്തിട്ടുണ്ടായി. അതിന്റെ കൃത്യമായ കണക്കുകളും തീയതിയും അടക്കം നിർമ്മല സീതാരാമൻജി ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി കേന്ദ്രം ഫണ്ട് തന്നില്ല എന്ന് പറയുന്ന ആ ഒരു പ്രചരണത്തിന്റെ മുനയൊടിക്കാൻ കൂടി അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്. യഥാർത്ഥത്തിൽ ഇവർ ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയാണ്. 2000 കോടി രൂപയുടെ ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അന്ന് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു ടൗൺഷിപ്പ് അന്ന് 2000 കോടി ആവശ്യപ്പെട്ട് അവർ പറഞ്ഞിരുന്ന ടൗൺഷിപ്പാണ് 26.59 കോടിക്ക് തറക്കല്ലിടാൻ പോകുന്നത്. ഇന്ന് ഈ 26.59 കോടി മാത്രമാണോ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകിയതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം 800 കോടിക്കടുത്ത് തുക കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ രേഖകളടക്കം പാർലമെന്റിൽ വെച്ചിട്ടും ആ 800 കോടിയുടെ കാര്യങ്ങളല്ല ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. വെറും 26.59 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എത്ര കോടി രൂപയായിരുന്നു ഇതിന് വേണ്ടിയിരുന്നത് എന്ന് കേരള ഗവൺമെന്റ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. കേന്ദ്രം നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കേന്ദ്രം അത് ചെയ്തു കൊടുക്കാം, പക്ഷേ കേരള സർക്കാർ സമ്മതിച്ചില്ല. എത്രയോ നൂറുകണക്കിന് വീടുകൾ സൗജന്യമായിട്ട് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങൾ കോടിക്കണക്കിന് രൂപ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് ചൂരൽമല മുണ്ടക്കൈയുടെ പുനരധിവാസത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും കണക്കുകൾ ഇപ്പൊ പറയുന്നില്ല. ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഒരു തറക്കല്ലിടലോട് കൂടി ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോഴുള്ള ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്രം നൽകുന്ന പണം ഇവിടുത്തെ സാധാരണക്കാരിലേക്ക് നൽകേണ്ടതിന് പകരം വകമാറ്റി ദൂർത്തടിച്ച് ചെലവഴിക്കുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, ഇവിടെ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്. അവർക്ക് ഇൻക്രിമെന്റ്, അവരുടെ ഇൻസെന്റീവ് കൂട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ആ തൊഴിലാളികൾ അവർ സമരം ചെയ്യുന്നത്. അവർക്ക് 1 രൂപ പോലും കൂട്ടി നൽകാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. കേന്ദ്രം നൽകിയിട്ടുള്ള നിരവധി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുകയും അതിന്റെ കണക്ക് പോലും കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അപ്പൊ ഇതെല്ലാം ധൂർത്തടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവാണ്. കേരളത്തിലെ മന്ത്രിമാരുടെ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ ഒരാവശ്യവും ഇല്ലാതെ ഒരാൾ ഡൽഹിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേരളത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യവും അദ്ദേഹത്തിന് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അവിടെ തിന്നു കുടിച്ച് കേരളത്തിലെ സർക്കാർ ജനങ്ങളുടെ നികുതി പണത്തിന്റെ മുകളിൽ തിന്നു കുടിച്ച് സുഖിച്ച് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ശമ്പള വർധനവ് നൽകിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകണം. അപ്പൊ ഇവിടുത്തെ ചില അധികാരി വർഗങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനെ നടുപൊടിക്കുന്ന പദ്ധതികളുമായിട്ട് കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പാക്കേജും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് വരെ സംസ്ഥാന സർക്കാരിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം പോലും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അത് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക്, പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യവും അവർ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണ് ചൂരൽമലയിലുള്ളത്. അവർക്ക് ഏതാണ്ട് 2.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. അവിടെ അന്ന് കേന്ദ്രം നൽകിയിട്ടുള്ള 800 കോടി രൂപയുടെ പാക്കേജ് അവർക്ക് നടപ്പിലാക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ല കേരള ഗവൺമെന്റ്. മാക്സിമം കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അവർ ചെയ്തത്.
അവിടുത്തെ പാവപ്പെട്ടവർക്ക് ഭൂമി നൽകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അവർക്ക് നല്ല വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ നല്ല ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള മുഴുവൻ തുകയും ആദ്യ ഗഡുവായിട്ട് തന്നെ കേന്ദ്രം കേരള സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പണം എന്ത് അവർ ചെയ്തു? 800 കോടി വന്നതിന്റെ കണക്ക് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടും അതിനെക്കുറിച്ച് മിണ്ടാതെ വെറും 26.59 കോടിയുടെ ഒരു പദ്ധതി മാത്രമാക്കി ചൂരൽമലയെ മുണ്ടക്കൈയിലെ പുനരധിവാസത്തിന് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി തുക അവരെന്ത് ചെയ്തു? ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തോട് അവർ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല, അവിടെ കാർഷിക ഭൂമികൾ കുറെ ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ഭൂമികളാണ്. ആ ഭൂമി ഇവരെന്ത് ചെയ്യും? 7 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ 7 സെന്റിലാണോ അവിടെ ജീവിച്ചിരുന്നത്? ആ 800 കോടി എടുത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടതിന് തത്തുല്യമായ തരത്തിലുള്ള ഭൂമിയും അവരുടെ വീടും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നില്ലേ? എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല? ഇത്രയും കാലം എന്തുകൊണ്ട് താമസിച്ചു? ഇനിയിപ്പോ വരാൻ പോകുന്ന മറ്റൊരു കാര്യം, 2 മാസത്തിനപ്പുറത്തേക്ക് വീണ്ടും മഴക്കാലം മൺസൂൺ വരാൻ പോവാണ്. എത്രത്തോളം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു മഴക്കാലം വരുമ്പോ ആ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർക്ക് ആ വീടുകളിലേക്ക് താമസം മാറ്റാനും ഒരു മഴ നനയാതെ അവർക്ക് സ്വന്തമായിട്ട് സർക്കാർ നൽകുന്ന ആ ഒരു വീട്ടിലേക്ക് താമസം മാറാനുള്ള സൗകര്യം എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറായില്ല? ഈ മൺസൂൺ 2 മാസത്തിനപ്പുറത്തേക്ക് വരുമ്പോ ഈ പണി എത്രത്തോളം മുന്നോട്ട് പോകും? 2 മാസം കൊണ്ട് അവർ ഈ വീടുണ്ടാക്കി ടൗൺഷിപ്പ് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുന്ന ഉറപ്പുണ്ടോ? അപ്പൊ ഇതിലെല്ലാം അഴിമതി നടത്താൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അവിടെ ഒരു MP ഉണ്ട്, അവിടെ MLA മാരുണ്ട്, ആ വയനാട്ടിൽ നിന്ന് തന്നെ LDF-ന്റെ മന്ത്രി വന്നിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ഉപകാരം ലഭിക്കുന്നത്? ഇതെല്ലാം ചില അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിലപ്പുറത്തേക്ക് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം കുറിച്ചു വെച്ചോളൂ. എത്രത്തോളം മുന്നോട്ട് പോകും? ഈ പദ്ധതി വിജയിക്കുമോ? അവരത് വിജയിപ്പിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ABC മലയാളം ന്യൂസ് അത് കുറിച്ചു വെക്കണം. കാരണം ഇന്നാണ് തറക്കല്ലിടാൻ പോകുന്നത്. അവിടെ എത്ര കാലം കൊണ്ടത് പൂർത്തീകരിക്കും? ഇവർക്ക് ഇപ്പൊ സർക്കാർ പറഞ്ഞിട്ടുള്ള രീതിയിലെ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുമോ? ഇതൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം 1.5 വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഈ സംഭവങ്ങൾ നീട്ടി കൊണ്ടുപോയിട്ടാണ് ഇവര് ഇത് പൂർത്തീകരിക്കാതെ കൊണ്ടുപോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം ഓഖി ദുരന്തം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അന്ന് നടന്നിട്ടുള്ള സംഭവത്തിൽ 10 വർഷം മുമ്പ് നടന്നിട്ടുള്ള ആ കാര്യത്തിൽ ഇന്നും ആളുകൾക്ക് സ്വന്തമായ കൂരയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞിട്ടുള്ള താമസ സൗകര്യങ്ങളോ ഒരുക്കി കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അത് തന്നെയായിരിക്കും ഈ പാവപ്പെട്ട ചൂരൽമല നിവാസികൾക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തീർച്ചയായും. അപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മള് ചൂരൽമലയിൽ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് വരുമ്പോഴും ഒരു പ്രത്യേക അനുമതി മറ്റ് രാഷ്ട്രീയ കക്ഷികളോടോ ആരോടും സർക്കാർ ചോദിച്ചിട്ടില്ല. അവിടെയുള്ള ജനങ്ങളോട് പോലും ചോദിച്ചിട്ടില്ല. കൃത്യമായ ഒരു പ്ലാൻ അവരോട് ചോദിച്ചിട്ടില്ല എന്നൊരു പൊതു അഭിപ്രായമുണ്ട്. അങ്ങനെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൂടുതൽ വിശദീകരണം തരാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അവിടെ ഈ ദുരന്തം നടന്ന സമയത്ത് അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നിരവധി സന്നദ്ധ സംഘടനകൾ, സേവാഭാരതി അടക്കമുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ ഭക്ഷണം എത്തിക്കുവാനും ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാനും തുണി കൊടുക്കാനും വസ്ത്രങ്ങൾ കൊടുക്കാനും മറ്റെല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവർ ഒരു സാധാരണ മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു. ഭക്ഷണം അടക്കം കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇത് എല്ലാം സർക്കാരിന്റെ അക്കൗണ്ടിൽ തന്നെ വരണം എന്നുള്ള നിർബന്ധ ബുദ്ധി വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ സംഘടനകളെയും അവരുടെ ആ ഒരു സഹായങ്ങളെയും നിരാകരിച്ചുകൊണ്ട് എല്ലാം സർക്കാരിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ സൗജന്യമായിട്ട് ആ പാവപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള നിരവധി സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം വിലയിട്ടുകൊണ്ട് ചെലവിട്ട് കോടിക്കണക്കിന് രൂപ ചെലവെഴുതിയ ഒരു ഗവൺമെന്റ് ആണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത മുഴുവൻ സഹായങ്ങളും വാങ്ങിവെച്ച് ആ സൗജന്യമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും കണക്ക് വെച്ച ആളുകളാണ് കേരളത്തിലെ ഗവൺമെന്റ്. അന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് ബെയിലി പാലം പണിതു. 2 ദിവസം കൊണ്ട് അവർ പാലം പണിത് അവിടെ ഗതാഗത യോഗ്യമാക്കി മാറ്റി. ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്താനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു. ആ ബെയിലി പാലത്തിനടിയിൽ കരിങ്കല്ല് നിരത്തിയതിന്
കോടിക്കണക്കിന് രൂപ കണക്ക് എഴുതി വെച്ച ഒരു മന്ത്രിസഭയാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇവരിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ഒരു സംഘടനകളെയും അവരങ്ങോട്ട് അടുക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല. നിരവധി ആംബുലൻസുകൾ വാടക വാങ്ങാതെ ദിവസങ്ങളോളം ബോഡികൾ കണ്ടെത്തി അത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് നമ്മുടെ വയനാട്ടിലേക്ക് എത്തിച്ചു, താഴെ നിലമ്പൂരിൽ നിന്നടക്കം എത്രയോ വാഹനങ്ങൾ ഓടിയിട്ടുണ്ട് സൗജന്യമായിട്ട്. ആ ഓടിയ വാഹനങ്ങൾക്കൊക്കെ പണം കൊടുത്തു എന്നുള്ള കള്ളക്കണക്ക് എഴുതിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക്, ആ പാവപ്പെട്ടവർക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് ആയിട്ട് അത് കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്ക് ഈ കാര്യത്തിലില്ല. തീർച്ചയായും മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോവുകയാണ്. എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.